നമ്മുടെ രണ്ടു കൈകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന കുഞ്ഞുവാവ. 2.46 കിലോഗ്രാം മാത്രം തൂക്കമുള്ള ആ കുഞ്ഞിനെ സ്നേഹം കൊണ്ട് പൊതിയുകയാണ് ഇപ്പോൾ ദിയ കൃഷ്ണയുടെ കുടുംബം. കുഞ്ഞിനരികിൽ നിന്നും മാറാതെ എപ്പോഴും ലാളിച്ചും കൊഞ്ചിച്ചും തൊട്ടും തലോടിയും അച്ഛൻ അശ്വിൻ എങ്ങോട്ടും മാറുന്നേയില്ല. കുഞ്ഞിനരികിൽ തന്നെയാണ് സദാസമയവും. ഇപ്പോഴിതാ അതിൻ്റെ രസകരമായ ഒരു വീഡിയോയാണ് ദിയ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അമ്മയ്ക്കരികിലെ ടേബിളിലെ കുഞ്ഞു ബെഡിൽ തുണിയിൽ പൊതിഞ്ഞു പുതച്ചു കിടത്തിയിരിക്കുന്ന കുഞ്ഞിനെ കണ്ണെടുക്കാതെ നോക്കിയിരിപ്പാണ് ഇപ്പോൾ അശ്വിൻ്റെ പ്രധാനപ്പെട്ട ജോലി. ഭയങ്കര മണം, ഒരു രക്ഷയുമില്ല, ഭയങ്കര ക്യൂട്ട്, ബൂന്തി പോലെ ഇരിക്കുന്നു, കടിച്ച് തിന്നാൻ തോന്നുന്നു എന്നൊക്കെയാണ് കുഞ്ഞിനെ ഉമ്മ വെച്ചും തൊട്ടും തലോടിയും അശ്വിൻ പറയുന്നത്. കടലമാവ് കൊണ്ടുണ്ടാക്കുന്ന മധുരമുള്ള മനോഹരമായ ഒരു സ്വീറ്റ് ഡെസേർട്ടാണ് ബൂന്തി. നല്ല മഞ്ഞ നിറത്തിൽ കാണുമ്പോഴേ വാരി തിന്നാൻ തോന്നുന്ന ഒരു പഞ്ചസാര കട്ടി പോലെയാണ് അശ്വിന് ഇപ്പോൾ തൻ്റെ മകൻ. അശ്വിൻ്റെ കുഞ്ഞിനോടുള്ള ആ സ്നേഹം കണ്ട് മനസ്സു നിറഞ്ഞാണ് ദിയ വീഡിയോ പകർത്തിയത്. അശ്വിൻ്റെ മുഖത്തെ ആ എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ദിയയെ കൂടുതൽ സന്തോഷവതിയാക്കുകയുമാണ്. ആദ്യ കൺമണിയെ ഉമ്മ വച്ചും ലാളിച്ചും മതിവരാത്ത അശ്വിനെയാണ് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുക. നേരത്തെ കുഞ്ഞുണ്ടായി അവനൊപ്പമുള്ള ആദ്യ രാത്രി എങ്ങനെയായിരുന്നു അശ്വിൻ ഉറങ്ങിയത് എന്ന ചിത്രവും ദിയ നേരത്തെ പങ്കുവച്ചിരുന്നു. ആശുപത്രി മുറിയുടെ ശീതീകരണ തണുപ്പിൽ കുഞ്ഞിനെ ഭദ്രമായി പുതപ്പിച്ച് പൊതിഞ്ഞെടുത്തപ്പോൾ ആ കുഞ്ഞിനരികെ ചൂട് പകർന്ന് സുഖമായി കിടന്നുറങ്ങുന്ന അശ്വിൻ്റെ ചിത്രം പകർത്തി ദിയ പറഞ്ഞത് തൻ്റെ ഹൃദയമിടിപ്പുകളാണ് ഇത് എന്നാണ്. 2 ദിവസമായി അശ്വിൻ ഉറങ്ങിയിരുന്നേയില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത അന്ന് 2 മണിയൊക്കെ ആയപ്പോഴാണ് ദിയ ഒന്ന് മയങ്ങിയത്. അതുവരെ ദിയക്കരികിൽ തന്നെ ഇരിക്കുകയായിരുന്നു അശ്വിൻ. പിന്നീട് അപ്പുറത്തേക്ക് പോയി മാറിക്കിടന്നപ്പോഴേക്കും മരുന്ന് നൽകുവാനും PV ചെയ്യാനുമൊക്കെയായി ഡോക്ടർ എത്തി. അതോടെ പേടിച്ച് നിലവിളിച്ച് കരഞ്ഞു തുടങ്ങിയ ദിയയെ ആശ്വസിപ്പിച്ച് അശ്വിൻ ഒപ്പം നിൽക്കുകയായിരുന്നു. അതോടെ ഉറക്കവും പോയി. പിന്നീടുള്ള നേരം അത്രയും അശ്വിൻ ദിയക്കരികിൽ തന്നെയായിരുന്നു. എങ്ങോട്ടും മാറാൻ സാധിച്ചില്ല. അന്ന് ശനിയാഴ്ച രാത്രി 7:16 ദിയ കുഞ്ഞിന് ജന്മം നൽകിയത്. അതിനുശേഷം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് റൂമിലേക്ക് തിരിച്ചെത്തിയപ്പോഴേക്കും പാതിരാത്രിയായിരുന്നു. പിന്നെ കുഞ്ഞിനൊപ്പമുള്ള ആദ്യ ദിവസത്തെ തിരക്കുകളും മറ്റുമായി സമാധാനത്തോടെ ഒന്നിരിക്കാൻ പോലും പറ്റിയതുമില്ല. തുടർന്ന് കുഞ്ഞിനരികെ അവനെ ശല്യപ്പെടുത്താതെ സമാധാനമായി കിടന്നുറങ്ങുകയായിരുന്നു അശ്വിൻ. ആ ചിത്രം ചൂടോടെ തന്നെ പകർത്തി തൻ്റെ ഹൃദയമിടിപ്പുകളാണ് ഇത് എന്ന് പറഞ്ഞാണ് ദിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ആ ചിത്രവും ആരാധകർ ഏറ്റെടുത്തിരുന്നു. കുഞ്ഞിനെ കാണാൻ ആരെപ്പോലെയാണെന്ന് ദിയ ചോദിച്ചപ്പോൾ കാണാൻ ഓസിയെ പോലെയാണ് എങ്കിലും നമുക്ക് നോക്കാം എന്നായിരുന്നു അശ്വിൻ്റെ മറുപടി. അത് സ്വാഭാവികവുമാണ്. നിറവും മറ്റും ഓസിയെ പോലെയാണെങ്കിലും വളരുമ്പോൾ ചിലപ്പോൾ അച്ഛൻ്റെ ഷേപ്പിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അശ്വിൻ്റെ കട്ടിയുള്ള മുടി അതുപോലെ തന്നെ കിട്ടിയിട്ടുമുണ്ട്. നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് മകന് പേരിട്ടിരിക്കുന്നത്. ഓമി എന്നാണ് വിളിപ്പേര്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.